ആദ്യം തന്നെ യേശുവിനോടും അമ്മ മാതാവിനോടും നന്ദി പറയുകയാണ്. എൻ്റെ പേര് സിജിത്ത് ജോസഫ്. ഞാൻ കൊല്ലം ചവറ തെക്കുംപാം സെൻറ്റ് ജോസഫ് ഫെറോന ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എനിക്ക് അബ്രോഡ് പോകാൻ വേണ്ടിയാണ്. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഇസ്രായേലിൽ പോകാനുള്ള ഒരു വിസ കിട്ടി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ കൊണ്ടുവരുന്നത്. അന്ന് പ്രാർത്ഥിക്കുകയും അതേപോലെ വീട്ടിൽ പോവുകയും ചെയ്യാറുള്ളൂ. ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. 2025 ജനുവരി 9 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ആദ്യത്തെ ഉടമ്പടിയുടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പൊതുവേ സാധാരണ രീതിയിൽ പോയതും. ഒന്നാമത്തെ കാര്യം, ഞാൻ ദേവാലയങ്ങളിൽ പോയെങ്കിലും അകത്തൊന്നും കയറാറില്ല, കൊമ്പസാരിക്കാറൊന്നും ഇല്ലായിരുന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ ഉടമ്പടിയിലൂടെ അതെല്ലാം നികത്തി കറക്റ്റായിട്ട് എന്നെല്ലാം പാലിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടുന്ന് കിട്ടുന്ന പത്രമൊക്കെ എല്ലാം കറക്റ്റായിട്ട് ആദ്യമേ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച്. പിന്നെ കോമ്പസാരത്തിലൂടെ അച്ഛൻ്റെ ഒരു ഇതുണ്ട്, മറ്റുള്ളവർ നോക്കണ്ട, നിൻ്റെ ഭക്തി നിൻ്റെ വിശ്വാസത്തിലൂടെ നീ മുന്നോട്ട് പോകാൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ. അങ്ങനെ പത്രങ്ങളെല്ലാം കൊടുത്തു. സ്ഥിര വരുമാനം ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഉള്ള ദാനശീലം ഉള്ളൂ, പാവങ്ങളൊക്കെ സഹായിക്കാറുള്ളൂ. അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ വന്നു. ഇസ്രായേലിൽ പോകാനുള്ള ഡൽഹി വെച്ചായിരുന്നു. 57 പേരിൽ 3 പേരാണ് സെലക്ട് ആയത്. അതിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു ഇൻ്റർവ്യൂവിലൂടെ അത് ഫെയിലായി. അപ്പം ഭയങ്കര വിഷമം തോന്നി. കാര്യം കൊല്ലത്തുനിന്ന് ഡൽഹി വരെ പോയിട്ട് പാസ്സായില്ലല്ലോ എന്ന് ഓർക്കുമ്പം മാതാവിനോട് കുറേ സങ്കടം പറഞ്ഞു. കാര്യം ഇത്രയും മെനക്കെട്ട് വന്നു, ഇത്രയും പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു, എന്നിട്ട് വിസ വന്നില്ല. അങ്ങനെ നവംബർ 5 2025 നവംബർ 5 ആ ഇൻ്റർവ്യൂ. അപ്പോൾ അത് കിട്ടിയില്ല. അങ്ങനെ നവംബർ 9 തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോഴും വിഷമമാണ്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് നവംബർ 13 ചൊവ്വാഴ്ച ഞാൻ നോമ്പെടുക്കുന്ന ദിവസമാണ്. അപ്പം ഇതുവരെ മുടങ്ങിയിട്ടില്ല നോമ്പെടുക്കുന്നത്. അപ്പോൾ അന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് പിറ്റേ നവംബർ 25 അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അന്നും ഇൻ്റർവ്യൂ ഓഫ് ലെറ്റർ വന്നു എനിക്ക്. ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ മുമ്പും 2025 ഇവിടുത്തെ ജപമാല റാലിക്ക് വന്നതാണ്. അതും എൻ്റെ സഹോദരങ്ങളുടെ കൂടെയാണ് വന്നത്. എന്നെക്കാട്ടിയും മുതിർന്നവരാണ് അവർ. അപ്പം അവരോടെ നല്ല രീതിയിലാണ് ഞങ്ങൾ ജപമാല റാലി പങ്കെടുക്കുകയും അന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, ഈ വർഷം 2025 തീരുന്നതിനെക്കാട്ടി മുമ്പെങ്കിലും 28, 20, 30 അതിൻ്റെ അകത്ത് വെച്ചെങ്കിലും എനിക്ക് വിസ തരണം. ഞാൻ ഇത്രയും കഷ്ടപ്പെടുകയാണ് വർഷങ്ങളായിട്ട്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ 2025 നവംബർ 25 എനിക്ക് ഓഫ് ലെറ്റർ വരികയും ഡിസംബർ 29 മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് വിസ വരികയും ചെയ്തു. ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് ഉള്ളൊരു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും വെച്ച് നോക്കിയതാണ്, അറിയില്ല കിട്ടുമില്ല എന്ന്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് തന്നു. അതും എന്നെക്കാട്ടി മുമ്പേ അറ്റൻഡ് ചെയ്ത, ഞാൻ ഫെയിലായ ഇൻ്റർവ്യൂവിന് പോയവരെക്കാട്ടി മുമ്പേ എനിക്ക് വിസ തരികയും സബ്മിഷന് ഞാൻ ബോംബെ പോവുകയും അവരെക്കാട്ടി മുമ്പേയും മെഡിക്കലും സബ്മിഷനും ചെയ്തു തന്നു മാതാവ്. അത് വലിയ അനുഗ്രഹമാണ്. ടിക്കറ്റ് വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിസ വരുമ്പം പിറ്റേ ദിവസം വരാമെന്നാണ്. ശാരീരിക ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റിയില്ല. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി സബ്മിഷന് പോയപ്പം മെഡിക്കലുണ്ടായിരുന്നു. മെഡിക്കലിന് BP-യും ECG ഒക്കെ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ റീമെഡിക്കൽ എന്തായാലും കാണും എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് റീമെഡിക്കൽ അടിച്ചില്ല. ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ബൈ ഹിസ് ഗ്രേസ് നോട്ട് മൈ മെറിറ്റ് എന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന്. ഞാൻ എൻ്റെ മെഡിക്കലിന് പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഞാൻ അത് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ ഇവിടുന്ന് ബോംബെ പോയപ്പം എൻ്റെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇനി കൂടുതലുള്ളവർ പറയും ഇവന് ഭയങ്കര പ്രാർത്ഥനയാണ് എന്ന് വിചാരിച്ചിരുന്നപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ ഉൾപ്പെടെ 8 പേരാണ് പോയത്. അപ്പം ആ 8 പേരിൽ 4 പേരും ഉടമ്പടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ ചാപ്പലുണ്ടായിരുന്നു. അവിടെയും മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു, കൃപാസന മാതാവിൻ്റെ. അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. അപ്പം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെയും ഞങ്ങൾ ഒരുമിച്ചൊക്കെയായിരുന്നു പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം എംബസിയിൽ പോയപ്പോഴും എപ്പോഴും എൻ്റെ കൂടെ ഈ കൃപാസനത്തിലെ കാശുരൂപ എന്നും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം
ഞാനത് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ചോദിച്ചു. അപ്പം മാതാവിനോട് അത്രേ പ്രാർത്ഥിച്ചോളൂ, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യങ്ങൾ മാത്രമേ ചോദിക്കാവുള്ളൂ, അത് എത്ര ചോദിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് പോയപ്പം 16 പേരിൽ ഏറ്റവും ആദ്യത്തെ ഇൻ്റർവ്യൂ എൻ്റെ ആയിരുന്നു. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എന്നോട് ഓൾറെഡി ആ ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾ നല്ല ചോദ്യം ചോദിക്കുന്ന ആളാണ്. പക്ഷെ എന്നോട് മാത്രം ക്യാഷ്വലായിട്ട് എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം ചോദിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെക്കാട്ടിയും അന്നത്തെ ദിവസം തന്നെ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു. ഭയങ്കര സന്തോഷം തോന്നി. എന്നാലും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയില്ല. കാര്യം ഇത്ര നാൾ കഷ്ടപ്പെട്ടിട്ട് കിട്ടി എന്നതിലും പിന്നെ ഇവിടെ വന്ന് ഇത് സാക്ഷ്യം പറയണമെന്ന് മാധവനോട് മുമ്പേ പറഞ്ഞതാണ്. കാര്യം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും മാധവനോട് പറയുമായിരുന്നു, ഞാൻ രണ്ടാമത്തെ ഒരു ഉടമ്പടിയിലൂടെ മാറ്റങ്ങൾ വന്നെങ്കിലും ഞാൻ മാധവനോട് ചോദിച്ചു, എനിക്കെന്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ മാതാവിനെ എടുക്കുന്നതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിനെ തന്നെ കിട്ടണം എന്ന് ഞാൻ പറയുകയും അവിടെ വെളിയിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പം സൂക്ഷ്മം പോലെ എനിക്ക് മാതാവിനെ ഞറക്കി വീഴുകയും മാതാവിനെ എടുക്കുകയും ചെയ്തു. അപ്പം മൂന്നാമത്തെ ഉടമ്പടിയിലൂടെ എനിക്ക് നല്ല മാറ്റങ്ങൾ വരികയും ഞാൻ നല്ല രീതിയിലാണ്. പിന്നെ പ്രാർത്ഥന നിർത്താൻ പറ്റാതിരിക്കുകയും എന്നുവെച്ചാൽ പ്രാർത്ഥന ഇരിക്കാതിരിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥന പഠിച്ചേ പറ്റൂ. ജപമാല പ്രാർത്ഥനയ്ക്കൊന്നും ഞാൻ ഇരിക്കാറില്ലായിരുന്നു പൊതുവേ. പള്ളിയിലൊന്നും അങ്ങനെ പോയാലും അകത്തൊന്നും കയറില്ല, ഫ്രണ്ട്സായിട്ട് വെളി നിൽക്കാറേ ഉള്ളൂ. ആദ്യമേയൊക്കെ ഈ ഉടമ്പടി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ശരിയാവുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, നിർത്താമെന്നവരെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് ഇവിടം വരെ വരാൻ പറ്റുകയും ഇവിടെ വന്നെങ്കിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനോടൊരു നന്ദി പറയുകയാണ്. ഇതുവരെ എനിക്ക് ഇസ്രായേലിൽ പോകാനുള്ള വിസ തന്നതിന് അമ്മയോട് വീണ്ടും നന്ദി പറയുകയും യേശുവിനോട് നന്ദി പറയുകയും ചെയ്യുന്നു. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം വചനമാണ്. ജലസ്രോതസ്സിനരികിലെ മരം പോലെയാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും. പുറം സാഹചര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി നഷ്ടങ്ങൾ, ഇൻ്റർവ്യൂവിലെ ഫെയിലിയേഴ്സ്, കടബാധ്യതകൾ, രോഗാവസ്ഥകൾ എന്തു തന്നെ ആയാലും ഇതൊക്കെ ആവാം ജീവിതത്തിലെ ചൂടും വരൾച്ചയും. പക്ഷെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു സമാധാനം, ആരോ കൂടെ ഉണ്ടെന്നുള്ള വിചാരം, എല്ലാം നല്ലതിനാവും എന്നുള്ളൊരു സന്തോഷമാണ് ഉള്ളിൽ നമുക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത്. അത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രമാണ്. ഒരു പ്രതീക്ഷ, ഒരു നഷ്ടപ്പെടാത്ത പ്രതീക്ഷ, വിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന ഒരു പ്രതീക്ഷ. നമ്മൾ ഓരോരുത്തരും ജലത്തിനരികിലത്തെ വൃക്ഷം പോലെ ദൈവത്തിൻ്റെ കൃപയിൽ വളരുമ്പോഴാണ് നമുക്ക് പ്രതിസന്ധികൾ ഏതൊക്കെയായാലും അത് തരണം ചെയ്യാനുള്ള ശക്തിയും ബലവും ഈശോയും അമ്മയും നമുക്ക് നൽകുന്നത്. ഈ മകൻ്റെ സാക്ഷ്യവും അതുപോലെ തന്നെയാണ്. ഈ മകൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഉടമ്പടി എടുക്കാനായിട്ട് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് ചെയ്യുവാൻ പറ്റുമോ എന്നുള്ളൊരു ഭയവും. കൂട്ടുകാരെല്ലാം ഉടമ്പടി എടുത്തു. ആദ്യം കൂട്ടുകാരൻ്റെ കൂടെ വന്നു. പിന്നീട് വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹത്തോടു കൂടി ഈ മകനും വന്ന് ആദ്യം ഉടമ്പടി എടുത്തു, പുതുക്കി. രണ്ടാമത് ഉടമ്പടി എടുത്തു, വീണ്ടും പുതുക്കി. ഈ മകൻ പറഞ്ഞു, കുമ്പസാരമില്ലായിരുന്നു, ദേവാലയത്തിൽ പോകില്ലായിരുന്നു, പത്രം കൊടുക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരുന്നു, ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയാണ് ആദ്യത്തെ 2 ഉടമ്പടികൾ വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് നീങ്ങിയത്. എങ്കിലും ഈ മകൻ ജലസ്രോതസ്സിനരികിലുള്ള ഒരു മരം പോലെയായിരുന്നു. ആ വരൾച്ചയുടെ സമയത്തും വിശ്വാസത്തിൻ്റെ കണിക പോലും ഇല്ലായിരുന്ന സമയത്തും ഈശോയും അമ്മയും ഈ മകൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുകയായിരുന്നു. 3-ാമത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥന. ഈശോയും അമ്മയും ഈ മകനെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യം 3-ാമത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മയുടെ ഒരു ചെറിയ അടയാളം ചോദിച്ചു, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന്. അന്നാണ് ആ മകന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിനെയാണ് ഈ മകൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. അങ്ങനെ ഒരു അടയാളത്തോടു കൂടി അന്ന് ഉടമ്പടി പുതുക്കി. പിന്നീട് ഒരു പുതിയ ഉടമ്പടി ജീവിതമാണ് ഈ മകൻ നയിച്ചത്. പിന്നീട് പ്രാർത്ഥിച്ചപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും അന്നും
നവംബർ 5-ാം തീയതിയാണ്, അതായത് ഉടമ്പടി എടുത്ത അന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അത് ഫെയിലിയറായി. വീണ്ടും ഈ മകൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പിന്നെയാണ് നവംബർ 13, അതായത് ചൊവ്വാഴ്ച, ഈ മകൻ പറഞ്ഞതുപോലെ നോയമ്പെടുക്കുന്ന ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അന്ന് ഈ മകൻ ഉടമ്പടി എടുത്ത് ശേഷം ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂ ആണ് പാസ്സായത്. പിന്നീട് വീണ്ടും അടുത്ത ചൊവ്വാഴ്ച, അതായത് 25-ാം തീയതി നവംബർ, ഓഫർ ലെറ്റർ വന്നു. പിന്നീടുള്ള ഡിസംബർ 29 ഇസ്രായേൽ പോകാനുള്ള വിസ വന്നു. ഇത് ഓരോന്നോരോന്നായിട്ട് പടിപടിയായിട്ടാണ് വരുന്നത്. ജലസ്രോതസ്സിനരികിലെ ആ മരം പോലെ ആ ദൈവത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവസ്നേഹം മനസ്സിലാക്കിയപ്പോഴാണ് ഈ മകൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു വഴി ഈശോ മകൻ തുറന്നു കൊടുത്തത്. പിന്നീടെല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. പിന്നെ ആ മകൻ പറഞ്ഞത്, ആ വിസ കിട്ടിയപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോഴൊക്കെ ഉടമ്പടി കാശിരൂപം കൂടെ ഉണ്ടായിരുന്നു, ഉടമ്പടി വസ്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. കാരണം അവർ 8 പേരാണ് ഇൻ്റർവ്യൂവിന് അന്ന് പോയത്. ആ 8 പേരിൽ 4 പേര് ഉടമ്പടി എടുത്തവരായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൃപാസനം അമ്മയുടെ സാന്നിധ്യം ഇടപെടലും ഈ മകന് അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടുത്തെ അടുത്തുള്ള സ്ഥലത്ത് കൃപാസനം അമ്മയുടെ തന്നെ ഒരു ചാപ്പലുണ്ടായിരുന്നു. എല്ലായിടത്തും ഉടമ്പടി എടുത്ത് വിശ്വസ്തതയുടെ തീഷ്ണതയോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മകൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും പരിശുദ്ധ അമ്മ ഈശോ ഇടപെടുന്നതായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായിട്ടാണ് ഇന്ന് ഈ മകന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വിസയുമായിട്ട് നന്ദി പറയാനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ടിക്കറ്റ് എപ്പോൾ വന്നാലും പോകാൻ റെഡിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി പെട്ടെന്നാണ് വരുന്നത്, അതുകൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തോടു കൂടിയാണ് ഈ മകൻ പറഞ്ഞ്, ഇന്ന് തന്നെ എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയണം, ഇനി എപ്പോഴാണ് വരുന്നതെന്ന് വരാൻ പറ്റുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയണം. കാരണം എൻ്റെ ജീവിതം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെ പ്രാർത്ഥന നിർത്താൻ പറ്റുന്നില്ല, ഉടമ്പടി നിർത്താൻ പറ്റുന്നില്ല, ഉടമ്പടിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. ഒരു ജീവിതം തുടക്കത്തിൽ പറഞ്ഞതും അവസാനം എൻഡ് ചെയ്തതും ഈശോയുടെ അമ്മയോട് ചേർന്നുള്ള ഒരു ജീവിതത്തെ പറ്റിയാണ്. അതായത് വിശുദ്ധിയുടെ ജീവിതമാണ്. കാരണം ആദ്യം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചെങ്കിലും പിന്നീട് ഈ മകന് ഒരു നല്ലൊരു ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു ഉണർവാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഈ മകന് കിട്ടിയത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കാം. കർത്താവിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. അത് ഫലപ്രദമായ ഉറച്ച ഒരു വിശ്വാസ ജീവിതം. ജലസ്രോതസ്സിൽ വരണ്ട സമയത്തും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരമ്മ നമ്മുടെ കൂടെയുണ്ടെന്നും, ചൂടുള്ള സമയത്ത് നമ്മളെ തണൽ നൽകുന്ന ഒരമ്മ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിൽ വേരുറച്ച് ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജലത്തിനടുത്ത വൃക്ഷം പോലെ വിശ്വാസത്തിൽ വേരുറച്ച് ജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സിജിത് ജോസഫിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.